നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് ബി.ജെ.പി. കോർപ്പറേഷൻ പിടിച്ചടക്കിയതോടെ പ്രതിസന്ധിയിലാകുന്നത് CPMന്റെ സർക്കാരാണ്. ഇതുവരെ കാണിച്ച സകലമാന ഉഡായിപ്പുകളും പുറത്തു വരുമെന്ന് മാത്രമല്ല, എല്ലാം ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാകുന്നുമുണ്ട്. ആദ്യമായി ചർച്ചാ വിഷയമായത് MLA ഓഫീസിനെ സംബന്ധിച്ചുള്ള വിവാദമാണ്. കോർപ്പറേഷൻ കെട്ടിടം കൈവശം വെച്ചിരിക്കുന്ന MLAയുടെ നടപടി അത് വിവാദമായി. അത് വലിയ രീതിയിൽ BJPക്കെതിരെ തിരിക്കാം എന്ന രീതിയിൽ ഇതുമായി പുറത്തു വന്ന പ്രശാന്തിന് സ്വന്തം അവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിലേക്ക് എത്തി. വലിയ ഇമേജ് ബിൽഡ് ചെയ്തിരുന്ന പ്രശാന്ത് അതിൽ നിന്ന് തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഏതായാലും ഇപ്പോൾ മറ്റൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുന്നു. അത് കോർപ്പറേഷന്റെ ബസ്സുമായി ബന്ധപ്പെട്ടാണ്. കോർപ്പറേഷൻ വാങ്ങിയ 113 ബസ്സുകൾ തിരിച്ചു വേണമെന്ന് മേയർ ആവശ്യം ഉന്നയിച്ചതോടുകൂടി KB ഗണേഷ് കുമാർ വലിയ അവകാശവാദവുമൊക്കെയായി രംഗത്ത് വന്നു. 24 മണിക്കൂറിനകം ബസ് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും CMDക്ക് ഒരു കത്ത് കൊടുക്കുക മാത്രമേ ആവശ്യമുള്ളൂവെന്നും തങ്ങൾ ആ ബസ്സൊക്കെ തിരിച്ചു കൊടുക്കുമെന്നൊക്കെയാണ് KB ഗണേഷ് കുമാർ പറയുന്നത്. എന്നാൽ KB ഗണേഷ് കുമാർ ചില കാര്യം പറയുന്നുണ്ട്. ഈ ബസ് തിരികെ നൽകിയാൽ പിന്നീട് ഈ ബസ്സുകൾ ഒന്നും തന്നെ KSRTCയുടെ സ്ഥലത്തിടാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊരു അവകാശവാദം ഗണേഷ് കുമാറിന്റെ അവകാശവാദമായി വരുന്നത് 113 ബസ്സുകൾ വാങ്ങിയതിൽ 50 സംസ്ഥാന സർക്കാരാണ് വാങ്ങിയത്. 135.5 കോടി രൂപ മാത്രമാണ് കോർപ്പറേഷൻ്റെതുണ്ടായത്. ബാക്കിയുള്ള പണം സംസ്ഥാന സർക്കാരിൻ്റെതാണ്. രണ്ടും സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് കേന്ദ്ര പദ്ധതിയിലുള്ള ബസ്സുകളെന്ന് പറയാൻ കഴിയില്ല. അത് സംസ്ഥാനത്തിന്റെ കൂടി അവകാശമുള്ളതാണ്. സ്വിഫ്റ്റും KSRTCയും മേയറും കോർപ്പറേഷനും തമ്മിലാണ് കരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാവേണ്ടതുണ്ട്. ഈ ബസ്സുകൾ ഇതിനെല്ലാം വലിയ കോസ്റ്റാണ്. അവിടുത്തെ കണ്ടക്ടറും ഡ്രൈവറും എല്ലാം KSRTCയുടെ വകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം KSRTCയുടെ വകയായതുകൊണ്ട് തന്നെ അവർക്ക് അവകാശമുണ്ടെന്ന രീതിയിലുള്ള ചില സംഭാഷണങ്ങൾ ഇതിന്റെ സംഭാഷണ മധ്യേ വരുന്നുണ്ട്. എന്നാൽ മറ്റൊരു വലിയ അവകാശവാദം ഈ ബസ്സുകൾ അങ്ങ് തിരിച്ചു വിളിച്ചാൽ ഉടനെ തന്നെ 150 ബസ്സുകൾ നിരത്തിലിറക്കുമെന്നാണ്. ഏതായാലും പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇന്ന് വരെ എല്ലാ മണ്ഡലകാലത്തും സാധാരണഗതിയിൽ ഏതാണ്ട് 500-നും 1000-നും ഇടയിൽ ബസ്സുകൾ വാങ്ങാറുണ്ട്. എന്നാൽ ഇത്തവണ പിണറായി വിജയൻ വന്ന ശേഷം ബസ്സുകളൊന്നും വാങ്ങാൻ സമയമില്ല, ബസ്സുകളൊന്നും വാങ്ങാൻ പണമില്ല. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയന്റെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ധനം സമാഹരിക്കുക, അവസാനത്തെ നാളുകളിലൂടെയാണ് പിണറായി വിജയൻ സർക്കാരും CPMും കമ്മ്യൂണിസവും ഒക്കെ പോകുന്നതെന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് പരമാവധി സമാഹരിക്കാവുന്ന തുക, ഒരു 10 തലമുറയ്ക്ക് കഴിയാനുള്ള തുക സമാഹരിക്കുന്നതിനപ്പുറത്തേക്ക് ലക്ഷ്യങ്ങളില്ല എന്ന് നമ്മൾ ശബരിമല അയ്യപ്പനെ അടക്കം കൊള്ള ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള, പിണറായി വിജയന്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. പലതരത്തിലുള്ള പിണറായി വിജയന്റെ കുടുംബത്തിൽ EDയുടെ നോട്ടീസ് കിട്ടാത്ത ഒരേ ഒരാളേ ഉള്ളൂ, പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയൻ മാത്രം. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഇവിടെ പറയാൻ വന്ന കാര്യം, ഈ KSRTC ബസ്സുകൾ വാങ്ങും, 113 ബസ്സുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ 24 മണിക്കൂറിനകത്ത് കൊടുക്കും എന്നൊക്കെ പറയുമ്പോഴും ഏതാണ്ട് 500 കോടി രൂപ ഇവിടെ സംസ്ഥാന സർക്കാർ മുടക്കിയിട്ടുണ്ട്. ബാക്കിയാണ് കേന്ദ്ര സർക്കാരിൻ്റെതൊക്കെ ഒരു വഴിയിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രം നൽകുന്ന ഈ ബസ്സുകൾ വേണ്ട എന്നൊരു നിലപാട് നേരത്തെ ഇവർ എടുത്തിരുന്നു. കേന്ദ്രം നൽകുന്ന ഒന്നും വേണ്ട, ഞങ്ങൾ മറ്റെന്തൊക്കെയോ ചെയ്യുന്നുവെന്നാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം നമുക്കറിയാം. കാരണം PM ശ്രീ പദ്ധതി എന്ന് പറയുമ്പോൾ യഥാർത്ഥ ചരിത്രവും വിഷയവും ഒക്കെ ജനങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെ PM ശ്രീ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടാതിരുന്നു. പിന്നെ പച്ചക്കൊടി കാട്ടിയപ്പോൾ തന്നെ വലിയ വിവാദമുണ്ടാക്കി. കമ്മ്യൂണിസത്തിന്റെ തകർച്ച ഉണ്ടാകുമെന്നറിയാം, ഇത്രയും കാലം ഉണ്ടാക്കി വെച്ചിരുന്ന നറേറ്റീവുകൾ ഇല്ലാതായി പോകുമെന്നറിയാം. അതുകൊണ്ട് അത് വേണ്ട എന്ന രീതിയിലേക്ക് തീരുമാനങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രൊപ്പഗണ്ട ഉണ്ടാക്കി. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് KSRTCയിൽ ബസ്സുകൾ വാങ്ങാൻ പണമില്ലാത്തതിനാൽ കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്ന ഈ ബസ്സുകൾ വാങ്ങണം എന്ന് മന്ത്രി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. PME സേവാ പദ്ധതി പ്രകാരം 950ഓളം ബസ്സുകൾ നൽകാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ട് അത് വായു മലിനീകരണം എന്ന കാരണം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് ഏറ്റെടുക്കാനുള്ള നീക്കം ഇപ്പോൾ നടത്തുന്നു. നേരത്തെ ആ ബസ്സുകൾ വേണ്ട, ഇതിന് വലിയ മെയിൻ്റനൻസ് കോസ്റ്റാണ്, ബാറ്ററി പെട്ടെന്ന് തകരാറിലായി പോകുമെന്ന വാദമൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ ബസ്സുകളൊന്നും വേണ്ട എന്ന നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെയും ഗണേഷ് കുമാറിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ഇപ്പോൾ ബസ്സുകൾ ഇല്ലാതെ വരുന്ന സാഹചര്യവും ഗതികേടും ഉണ്ടായപ്പോൾ വീണ്ടും പിണറായി വിജയൻ സർക്കാരും അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് യാചിക്കാൻ തയ്യാറാകുന്നു ഗണേഷ് കുമാർ എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് അവകാശവാദം മുന്നോട്ട് വെക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് യാചന, അതും ഒരേ കേന്ദ്രങ്ങളിലേക്ക് തന്നെ. BJPയോട് തിരുവനന്തപുരം മേയറോട് നിങ്ങൾ അങ്ങ് എടുത്തോളൂ, ഞങ്ങൾ വേറെ ബസ് വാങ്ങിക്കുമെന്ന് പറയുമ്പോൾ BJPയുടെ തന്നെ ഭാഗമായ കേന്ദ്ര സർക്കാരിനോട് ദയവ് ചെയ്ത് 950 ബസ്സുകൾ തരണേ എന്ന് യാചിക്കാൻ ഒരുങ്ങുന്ന ഗണേഷ് കുമാറിനെ നമ്മൾ കാണുകയാണ്.
ഈ ഇരട്ടത്താപ്പ് നമ്മൾ ഇന്നും ഇന്നലെയുമല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കൂടുതൽ പെട്രോൾ ഡീസൽ ബസ്സുകൾ കേരളത്തിലെ നിരത്തുകളിൽ ഉപയോഗിച്ചാൽ, കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഡൽഹിയിലെ സമാനമായ വായു മലിനീകരണത്തിന് കാരണമാകും എന്ന ഒരു തൊടുന്യായം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വീണ്ടും ബസ്സുകൾക്ക് വേണ്ടി യാചിക്കാൻ, ബസ്സുകൾ നിരത്തിലിറക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന ബസ്സുകളെല്ലാം സൗജന്യമായാണ് ഈ ബസ്സുകൾ നൽകുന്നത്. കരാർ ഒപ്പിട്ടാൽ 2 മാസത്തിനകം ബസ്സുകൾ കേരളത്തിലേക്ക് എത്തും. അങ്ങനെ കേരളത്തിൽ വീണ്ടും മേനി നടിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും ഇത്തരം ബസ്സുകൾ കേരളത്തിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇറക്കി എന്നൊക്കെ പറയും. എല്ലാ പദ്ധതികളും അങ്ങനെയാണല്ലോ. കേരളത്തിൽ ഇന്ന് വരെ വന്നിട്ടുള്ള ലൈഫ് പദ്ധതി അടക്കം എല്ലാ പദ്ധതികളും പേര് മാറ്റി പിണറായി വിജയന്റെ പേരും ചേർത്ത് കേരളവും ചേർത്ത് വെച്ച് അത് കേരളത്തിൽ എന്തോ പ്രത്യേക തരത്തിലുള്ള ഒരു രാജ്യമാണ് എന്ന രീതിയിൽ തന്നെ കാണിച്ചുകൊണ്ടാണല്ലോ ഇത്രയും കാലം മുന്നോട്ട് പോയത്. സംസ്ഥാന സർക്കാരിൻ്റെ എന്ന് പറയാൻ ഒരു പദ്ധതികളുമില്ല. അവർക്ക് ആകെയുള്ള ഒരു പദ്ധതി കടം വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ്. കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് പൊതുവിപണിയിൽ നിന്ന് കടം വാങ്ങിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് പദ്ധതികളൊന്നും തന്നെയില്ല. അവരുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കലാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴും പലതരത്തിലുള്ള അവകാശവാദങ്ങളുമായി വരുന്നതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ എത്തുമ്പോൾ പറ്റിയ അബദ്ധങ്ങൾ തിരുത്താനുള്ള ശ്രമമല്ല, വീണ്ടും അവർ ഇതേ രീതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിനോട് യാചിച്ചുകൊണ്ട് കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷനെ വിരട്ടി നിർത്താമെന്ന ഗണേഷ് കുമാറിന്റെ ധാരണ വിലപ്പോകില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത്തരം നീക്കങ്ങളുമായി ഗണേഷ് കുമാർ മുന്നോട്ട് പോയാൽ അതിനെ പ്രതിരോധിക്കാൻ BJPക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം. ബസ്സുകൾ വിട്ടുകൊടുക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ബസ്സുകൾ വിട്ടുകൊടുക്കുക തന്നെ വേണം. മേയർ ആവശ്യപ്പെട്ടാൽ ബസ് വിട്ടുകൊടുക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബസ് വിട്ടുകൊടുക്കുക തന്നെ വേണം. പകര സംവിധാനം കേരളത്തിലെ KSRTC കണ്ടെത്തണം. പക്ഷേ അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങുന്ന ബസ്സുകളിലൂടെ വന്ന ശേഷം ബസ്സുകൾ വാങ്ങിച്ചോളൂ. പക്ഷേ അവകാശവാദങ്ങൾ കൂടുതലുമായി മുന്നോട്ട് വരരുത്. ആ അവകാശവാദങ്ങൾ പണ്ടൊക്കെ വിലപ്പോകുമായിരുന്നു. കാരണം പണ്ടത്തെ പോലെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുണ്ട്. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി നിന്നാൽ പോലും സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ആ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു. പല കള്ളങ്ങളും പൊളിഞ്ഞെടുക്കുന്നു. പിണറായി വിജയനും കൂട്ടം നടത്തിയ ഈ കാലഘട്ടങ്ങളിലെല്ലാം നടത്തിയ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞെടുക്കിയത് അങ്ങനെയാണ്. വാഷിംഗ്ടണിൽ നടന്ന പിണറായി വിജയന്റെ സ്വീകരണവും UK-യിൽ നിന്ന് നമ്മുടെ മേയർ ഊട്ടി വാങ്ങിച്ച സ്വീകരണവും ഇതെല്ലാം തന്നെ പൊളിഞ്ഞൊടുങ്ങിയത് കേരളത്തിലെ സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായ ഇടപെടലാണെന്ന കാര്യം മറക്കേണ്ട. ഏതായാലും മേയറെ വിരട്ടി നരേന്ദ്രമോദിയോട് യാചിക്കാനും അങ്ങനെ നിരത്തിലിറക്കി മേനി നടിക്കാനും ബസ്സുകൾ നിരത്തിലിറക്കി മേനി നടിക്കാനുമുള്ള നമ്മുടെ KB ഗണേഷ് കുമാറിന്റെ ശ്രമം അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത്, ബസ്സുകൾ ഉപകാരപ്പെട്ടോട്ടെ, പക്ഷെ അത് നിങ്ങളുടേതാണ്, കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെതാണ്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മേന്മയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ മേന്മയാണ് എന്ന് നടിക്കാനുള്ള ആ ശ്രമം ശരിയല്ല. ആ ശ്രമം നടക്കില്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വായ്ത്താളങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി ബസ് കിട്ടുമെങ്കിൽ വാങ്ങിച്ചെടുത്ത് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ അത് വിനിയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെ പോകുന്നതാണ് ഗണേഷ് കുമാറിന് നല്ലത്.